ഡോക്ടർ കെ ജി താര, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരിതങ്ങൾ അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു തലമുറയാണ് നമ്മുടേതൊക്കെ. അവിടെ പലതരത്തിലുള്ള, അത് ഒരുപക്ഷെ പ്രളയമായി വരുന്നുണ്ട്, അതല്ലെങ്കിൽ അത് ഭൂചലനമായി വരുന്നു, അല്ലെങ്കിൽ പല നിലയ്ക്ക് നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്ന, നമ്മുടെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന അനുഭവങ്ങളായി നമ്മുടെ മുന്നിൽ മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ പ്രതിഭാസം എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഈ ഉഷ്ണതരംഗം. കേരളത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. സൂര്യാതപമേറ്റുണ്ടാകുന്ന മരണം ഇപ്പോൾ പലയിടങ്ങളിൽ, ഇന്ന് തന്നെ 7 ഇടങ്ങളിലാണ് സൂര്യാതപമേറ്റ് പൊള്ളിയതിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കുന്നത്. അത്തരം റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അതിൽ കൊച്ചു കുഞ്ഞുങ്ങൾ, അതായത് പുറത്ത് വീട്ടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കൊച്ചു കുട്ടികൾ വരെ സൂര്യാതപമേറ്റ് പൊള്ളലേറ്റ അനുഭവങ്ങൾ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ, ഇപ്പോൾ സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ചെന്ന് നിൽക്കാറുള്ളത് പരിസ്ഥിതി സംരക്ഷണം എന്ന അനിവാര്യതയിലേക്കാണ്. അതിൽ തീരെ ശ്രദ്ധ പതിപ്പിക്കാതെ നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, പുരോഗതിയും പുരോഗമനം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിച്ച പലതരത്തിലുള്ള നമ്മുടെ മനുഷ്യൻ്റെ ഇടപെടലുകളൊക്കെയാണ് ഈ ദുസ്ഥിതിക്ക് കാരണമെന്ന് പൊതുവിൽ നമ്മൾ പറയാറുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ ഈ പറയുന്ന ഉഷ്ണതരംഗത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ഈ ആൻറ്റി സൈക്ലോൺ എന്ന് പറയുന്ന അന്തരീക്ഷത്തിലെ പ്രതിഭാസം, എതിർ ചുഴലി എന്ന് പറയുന്നത്. ഇതിനെ താങ്കൾ എങ്ങനെയാണ് വിശദീകരിക്കുക, ഡോക്ടർ കെ ജി താര? ഈ എതിർ ചുഴലി, വടക്കൻ കർണാടകയുടെ മുകൾ ഭാഗത്തുള്ള ഈ എതിർ ചുഴലി തീർച്ചയായിട്ടും കുറേയധികം ചൂടിനെ കേരളത്തിലേക്ക് കടത്തി വിടുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അന്തരീക്ഷത്തിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ ഡോക്ടർ അഭിലാഷ് പറഞ്ഞു കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, നമ്മൾ മനുഷ്യൻ്റെ ഇടപെടലുകൾ കാരണം ഇതിൻ്റെ ആധിക്യം കൂട്ടുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം 15 മുതൽ 18% വരെ പച്ചപ്പ്, ഈ ഒരു ഗ്രീൻ കവർ എന്ന് പറയുന്നത് നിലനിർത്തണം എന്നുള്ളതാണ് നഗര ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന തത്വം. നമ്മുടെ മിക്ക നഗരങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇത് 9% താഴെയാണെന്ന് കാണാം. അതായത് പകുതി പോലും ഇല്ല. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ ഈ വികസനം എന്ന് കാണുന്നത് ഒരുപാട് കെട്ടിടങ്ങൾ വയ്ക്കുക, ഈ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ വികസനം എന്ന് പറയുന്നത്. എന്നാൽ നാളേക്കുള്ള ഒരു കരുതലായിട്ട് നമ്മൾ ഈ ലങ് സ്പേസസ്, ഈ ശ്വാസകോശം മനുഷ്യന് എത്രത്തോളം അത്യാവശ്യമാണോ അതുപോലെ നഗരങ്ങൾക്കും ഒരു ശ്വാസകോശം ആവശ്യമുണ്ട്. അത് ശുദ്ധവായു നമുക്ക് ഇനി ഭാവിയിലേക്ക് ഇനി വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ ഒരു വായു നമ്മൾ ഇവിടെ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഹരിത ഒരു ആവരണം നമ്മൾ ഒരുപാട് നശിപ്പിച്ചു കഴിഞ്ഞു. ഏത് റോഡ് വികസനത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, അതിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. പല പരിഷ്കൃത രാഷ്ട്രങ്ങളിലും അതാണ് അവർ ചെയ്യുന്നത്. മരങ്ങൾ മുറിച്ചു കൊണ്ടുള്ളതല്ല, ആ മരങ്ങളെ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട്, പച്ചപ്പിനെ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് വികസനം വേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണം, 2 കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ആധിക്യം. അപ്പോൾ ഈ നഗരങ്ങളെല്ലാം ഈ ഹീറ്റ് ഐലൻഡുകളായി മാറുന്നു, അതായത് ഊഷരഭൂമിയായി മാറുകയാണ്. കാറ്റിന് പോകാൻ ഒരു സ്ഥലം വേണ്ടേ? കാറ്റിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു സ്ഥലം വേണം. ഈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.